വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ മേഖലയായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. താരതമ്യേന കുറഞ്ഞ മൂലധന ചെലവും മറ്റുള്ള മേഖലയുമായുള്ള പിന്നാക്ക ബന്ധങ്ങളുടെ ഒരു വിഭിന്ന നിർമ്മാണ മേഖല രൂപീകരിക്കുന്നതിൽ MSMEക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. വലിയ വ്യവസായങ്ങൾക്ക് അനുബന്ധ പൂരക യൂണിറ്റുകളായി ഇവ പ്രവർത്തിക്കുന്നു. ഈ മേഖല രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഗണ്യമായ സംഭാവന നൽകി വരുന്നു. കേരളത്തിന്റെ മികച്ച കണക്ടിവിറ്റി സൗകര്യം, വാർത്താവിനിമയ ശൃംഖല, ലഭ്യമായ മനുഷ്യവിഭവ സമ്പത്ത്, ഇവ കൂടാതെ താരതമ്യേന മെച്ചപ്പെട്ട വ്യവസായ അടിസ്ഥാന സൗകര്യം എന്നിവ MSME മേഖലയുടെ വളർച്ചയ്ക്ക് യോജിച്ചതാണ്. ഗ്രാമീണ പിന്നാക്ക പ്രദേശങ്ങളുടെ വ്യവസായവൽക്കരണത്തിന് MSMEയുടെ പങ്ക് വളരെയേറെയാണ്. യുവാക്കൾ, വനിതകൾ, അംഗപരിമിതർ എന്നീ വിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് ഈ മേഖല മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവയ്ക്ക് വിപണി കണ്ടെത്തി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായി വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രം കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ സഹകരണത്തോടുകൂടി വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. ഇന്ന്, അതായത് ഡിസംബർ 27 മുതൽ ഈ മാസം 31 വരെ രാവിലെ 11 മണി മുതൽ രാത്രി 8:30 വരെയാണ് കോഴിക്കോട് ബീച്ചിൽ ലയൺസ് പാർക്കിന് എതിർവശത്തുള്ള ആസ്പിയൻ കോർട്ട്യാർഡിലാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ചെരുപ്പ്, കയർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, കളിമൺ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ബാറ്ററി, സോളാർ നിർമ്മാണ സാമഗ്രികൾ, വേസ്റ്റ് മാനേജ്മെന്റ് ഉപകരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ സംരംഭകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതിനും ഓർഡർ നൽകുന്നതിനും ഈ മേള അവസരമൊരുക്കുന്നുണ്ട്. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ അധികാരികളും സംരംഭകരുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കുകയും അത് നിലനിർത്തിക്കൊണ്ടുപോരുകയും ചെയ്യുന്നുണ്ട്. ഒരു സംരംഭകന് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ വ്യാവസായിക വകുപ്പ് കൂടെയുണ്ട്. കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ പി. നിധിൻ. എൻ്റെ പേര് നിധിൻ, ജില്ലാ വ്യവസായ കേന്ദ്രം കോഴിക്കോട് മാനേജറാണ്. കേരള സർക്കാർ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2018 കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട് കൊണ്ടുവന്നു. അതിനുശേഷം 2019 MSME ഫെസിലിറ്റേഷൻ ആക്ട് കൊണ്ടുവന്നു. ഈ MSME ഫെസിലിറ്റേഷൻ ആക്ട് വഴി നമുക്ക് 3 വർഷത്തേക്ക് കേരള സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന ലൈസൻസുകൾ ഒന്നുമില്ലാതെ തന്നെ ഒരു MSME അക്നോളജ്മെൻറ്റ്, ഇപ്പോൾ അതിനെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ എന്നാണ് പറയുന്നത്, അത് വെച്ചിട്ട് 3 വർഷത്തേക്ക് യാതൊരുവിധ ലൈസൻസുകളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 3 വർഷം കഴിഞ്ഞിട്ട് മാത്രം ഈ ലൈസൻസുകൾ സമ്പാദിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ 50 കോടി മേലെ നിക്ഷേപം വരുന്ന പദ്ധതികളാണെങ്കിൽ ഡോക്യുമെൻറ്റ്സിലെല്ലാം ശരിയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാവിധ അപ്രൂവലും സർക്കാർ നൽകുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മുമ്പ് പിറകിലായിരുന്നത് ഇപ്പോൾ നമുക്ക് വളരെയധികം മുന്നേറി 1ാം സ്ഥാനത്തേക്ക് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ സംരംഭക വർഷം 1, അതുപോലെ തന്നെ സംരംഭക വർഷം 2.0, സംരംഭക വർഷം 3.0 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് 3 ലക്ഷത്തിൽ പരം സംരംഭങ്ങളാണ് നമുക്കിപ്പോൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംരംഭം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി, അതായത് സംരംഭം നിലനിർത്താനുള്ള പദ്ധതികളും നമ്മളിപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് MSME ഇൻഷുറൻസ്, ഇതുപോലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന പോലുള്ള മേളകൾ, അതുപോലെ തന്നെ കൈത്താങ്ങായിട്ടുള്ള പരാതി പരിഹാര സംവിധാനങ്ങളെല്ലാം തന്നെ സർക്കാരുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംരംഭത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള പലവിധ കാറ്റഗറികളിലായിട്ട് സംവിധാനങ്ങൾ ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് തന്നെ സംരംഭങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല കാറ്റഗറിയിൽപ്പെട്ട സംരംഭങ്ങളുണ്ട്. അപ്പോൾ മേള എന്ന് പറയുമ്പോൾ നമ്മളൊരു MSME സെക്ടറിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ കാറ്റഗറിയിൽപ്പെട്ട സംരംഭങ്ങളും ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു രജിസ്ട്രേഷൻ ലിങ്കാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാത്തിലൂടെയും പബ്ലിക് അറിയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവഴി ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംരംഭകരിൽ നിന്നും അവരായിട്ട് നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു മീറ്റിംഗ് നടത്തി അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംരംഭകരെ അതിൻ്റെ വൈവിധ്യം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ 60-ൽ പരം സ്റ്റാളുകളാണ് ഈ മേളയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സംരംഭകത്വത്തിലെ ഈ മാറിയ സാഹചര്യം, അതായത് ഒരുപാട് യുവാക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീ സംരംഭകർക്കും നാടിൻ്റെ ഈ മാറിയ സാഹചര്യം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലാണ് സർക്കാർ സഹായങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളും പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം മേളകൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഈ മേളയുടെ അത് ഒരു എക്സിബിറ്ററായിട്ട് മാറാനുള്ള ഒരു ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണെങ്കിൽ സർക്കാർ അതിൻ്റെ പൂർണ്ണ പിന്തുണയായിട്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. സ്ത്രീ സംരംഭകർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മേളയാണ് ജില്ലാ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. DIC അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ശരത് PD. ഇതിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഈ MSME ഫെസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം CSI ഹാളിലായിരുന്നു, ഇപ്പോൾ അത് ബീച്ചിലേക്ക് വന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സംരംഭകർക്ക് ജനങ്ങളിലേക്ക് കോഴിക്കോട് ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ സംരംഭകർക്ക് അവർക്കൊരു വിപണിക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ അറിയിക്കുക, അവരുടെ ബ്രാൻഡ് നെയിം ജനങ്ങളെ അറിയിക്കുക, അവർക്ക് പ്രോഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാ പ്രോഡക്റ്റുകളും നമ്മളെ അടുത്തുള്ള മാർക്കറ്റിലൊന്നും കിട്ടണമെന്നില്ല, കടകളിലൊന്നും കിട്ടണമെന്നില്ല. ഇവർ വളർന്നു വരുന്ന സംരംഭകരാണ്. അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കാനും ചില ആൾക്കാർക്ക് അങ്ങനെ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ സ്റ്റാളും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതോടൊപ്പം 3 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്തായാലും വേണം. അപ്പോൾ ലോണുകൾ നിർബന്ധമാണ്. ലോണുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ ക്ലാസ്, പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം B2B എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള പല പ്രോഡക്റ്റുകളും ആൾക്കാർ ഡയറക്റ്റ് അവരിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വിപണിക്ക് കൊടുക്കാനും പറ്റും. അങ്ങനെയുള്ള ബിസിനസ്സായിട്ടും ഇതിനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെറും ഒരു കസ്റ്റമർ ഇത് വാങ്ങുക എന്ന് മാത്രമല്ല, പലപ്പോഴും പല സംരംഭം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും ഇത് കാണുമ്പം അവർക്കും കൂടി ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും. അതൊക്കെയാണല്ലോ ഈ മേള കൊണ്ട് അങ്ങനത്തെ ഉദ്ദേശമുണ്ട്. അത് ജനങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അതിനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. നിരവധി സ്കീമുകളും കാര്യങ്ങളും വ്യവസായ വാണിജ്യ വകുപ്പ് വഴി ജനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. അത്തരം സ്കീമുകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് വരുന്ന സംരംഭകർക്ക് സംരംഭം ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻസ് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം വ്യവസായ വാണിജ്യ വകുപ്പിന് പഞ്ചായത്ത് തലങ്ങളിൽ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് തലങ്ങളിൽ വ്യവസായ ഓഫീസർമാരുണ്ട്. പിന്നെ താലൂക്ക് തലങ്ങളിൽ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർമാരുണ്ട്. ഇവർ മുഖേന നമ്മൾ എന്ത് വെച്ചാൽ ഇവർക്കൊരു ഗൂഗിൾ ഷീറ്റ് കൊടുക്കുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തും, സംരംഭകരിലേക്ക് എത്തും. അവർ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് തരുന്നു. അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഫീൽഡ് ഓഫീസർമാരും വന്ന അപേക്ഷകരെ നോക്കിയിട്ട് അതിൽ ഉൽപ്പന്നങ്ങളെ വൈവിധ്യം കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്തു. പലപ്പോഴും ഉൽപ്പന്നങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അതുപോലെ തന്നെ വനിതാ സംരംഭകർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. സംരംഭകർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിപണി കണ്ടെത്തുന്നതിനോടൊപ്പം ആ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടി ഇതുപോലുള്ള മേളകൾ കൊണ്ട് കഴിയുന്നുണ്ട്. മേളയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ, കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ മിഥുൻ ആനന്ദ്. നിർമ്മാണ മേഖലയിൽ വരുന്ന യൂണിറ്റുകൾക്ക് പ്രധാനമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവർക്ക് അങ്ങനെയുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ജില്ലാ വ്യവസായ കേന്ദ്രം എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ജില്ലാതല എക്സിബിഷനുകൾ നടത്താറുള്ളത്. ഈ വർഷം നമ്മളൊരു വിപുലമായിട്ടുള്ള രീതിയിലാണ്
കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ആസ്പിൻ കോർട്ട്യാർഡ്സിൽ വെച്ചിട്ട് എക്സിബിഷൻ നടത്തിയിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ എക്സിബിഷനിൽ 70-ലധികം സംരംഭകർ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുന്നതിനും വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള ഓർഡറുകൾ നൽകുന്നതിനും ഒരു വേദി ഈ എക്സിബിഷനിൽ അവസരമുണ്ടാവും. അതുപോലെ തന്നെ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 സെമിനാറുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു, രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ജില്ലയിലുള്ള സംരംഭകർക്കും അതുപോലെ തന്നെ എക്സിബിഷനിൽ പങ്കെടുക്കുന്ന സംരംഭകർക്കും അവരുടെ പ്രൊഡക്റ്റുകൾ ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അതിൽ അവർക്ക് രജിസ്റ്റർ ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ വാങ്ങലുകൾക്ക് അവർക്ക് അത്തരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഈ സംരംഭകർക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് 30-ാം തീയതി നമ്മളൊരു 11:30-ക്ക് ഒരു സെമിനാറും അതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം 4:30 വരെ ഇവർക്ക് സംരംഭകർക്ക് അതിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സൗകര്യവും ആ ഹെൽപ്പ് ഡെസ്കിലുണ്ടാവും. പിന്നെ 31-ാം തീയതി നമ്മൾ സംരംഭകർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫണ്ടിങ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം നൽകുന്നതിന് വേണ്ടിയിട്ട് RBIയുടെ തന്നെ മാനേജർ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ PMEGP, PMFME ഒക്കെ പോലുള്ള ലോൺ ലിങ്ക്ഡ് സ്കീമുകളെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും നമ്മൾ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാനമായിട്ട് സംരംഭകർക്കും ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളൊരു സെമിനാറാണ്, അതും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഈ സംരംഭങ്ങൾ കാണാം. അതുപോലെ തന്നെ ബാങ്കിൻ്റെ SBI, കേരള ബാങ്ക് പോലെയുള്ള ബാങ്കുകളുടെ സ്റ്റാളുകൾ എക്സിബിഷനിലുണ്ട്. അപ്പം MSME അതുപോലെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഉതകുന്ന സ്കീമുകൾ അവർക്ക് നേരിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫീസിബിലിറ്റി മറ്റ് കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. കൂടാതെ ജില്ലാ വ്യവസായ കേന്ദ്രം നമ്മൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന വിവിധമായിട്ടുള്ള സ്കീമുകൾ നമ്മളുടെ ഒരു സ്റ്റാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫുഡ് കോർട്ടും എക്സിബിഷൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സിബിഷൻ കാണാം, ഫുഡ് കഴിക്കാം, ആ രീതിയിൽ പിന്നെ സെമിനാറും കാണാം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം എല്ലാവർക്കും പ്രയോജനകരമാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചെറിയ മുതൽ മുടക്കിൽ എങ്ങനെ ഒരു സംരംഭം നമുക്ക് വീട്ടിൽ തുടങ്ങാം? അങ്ങനെ ചെറുകിട സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുന്ന ശ്രീ അബ്ദുൽ അസീസ്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പറും കൂടെയാണ്. കുറേ വർഷങ്ങളായിട്ട് ചെറുകിട വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം മെയിനായിട്ട് വരുന്നത് ഒരു വീട്ടിൽ ഒഴിവ് സമയത്ത് എങ്ങനെ ഒരു സമ്പാദ്യം ഉണ്ടാക്കാം, ചെറിയ സംരംഭം എന്ത് തുടങ്ങാം, അതിൻ്റെയൊക്കെ ബേസിൽ നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നാനോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു സംരംഭം കേരള സർക്കാർ പ്രഖ്യാപിച്ചു. നാനോ സംരംഭം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ 5 HP വരെ പവറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന എന്ത് വ്യവസായങ്ങളും വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട ഏത് വ്യവസായവും നമുക്ക് വീട്ടിൽ ചെയ്യാം. അപ്പോൾ വീട്ടിലാകുമ്പോൾ ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറയുന്നത് വീട്ടുകാർ കൂടെ ചേർന്നുകൊണ്ട് ഒഴിവ് സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെറിയ സംരംഭം തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടൊരു വരുമാനം വീട്ടിലേക്ക് വന്നെത്തും. ഒരു ദിവസം തന്നെ ഒരുമിച്ച് വലിയൊരു ലാഭം വേണം എന്നുള്ളതല്ല നമുക്ക് കൺസെപ്റ്റ്. ഓരോ ദിവസങ്ങൾ കുറഞ്ഞ രൂപ മെച്ചം വെച്ചുകൊണ്ട് ഒരാഴ്ചയിലോ മാസത്തിലോ നല്ലൊരു സംഖ്യ സമ്പാദിക്കാൻ ഒരു വീട്ടമ്മയ്ക്കോ അതല്ലെങ്കിൽ വീട്ടിൽ പ്രായമായിട്ടുള്ളവർക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും വികലാംഗനായിട്ട് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ കഴിയുന്ന നിലയ്ക്ക് അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, അവർക്ക് നമ്മൾ ആവശ്യമായ ഈ സിമ്പിൾ ടെക് എന്ന സംരംഭം അതിനുവേണ്ടി ആരംഭിച്ചതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PMEGP സ്കീമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സംരംഭമായിരുന്നു. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും പല കുടുംബശ്രീ അംഗങ്ങൾക്കും റെസിഡൻഷ്യൽ അസോസിയേഷന് മറ്റേ ED ക്ലബ്ബുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതിന് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. എങ്ങനെ ഇവർക്കൊരു സംരംഭം കണ്ടെത്താം, അത് കുറഞ്ഞ മുതൽ മുടക്കി, അതാണ് നമ്മുടെ ലക്ഷ്യം. വേഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്താൽ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ ആവും, ഇതൊക്കെ നമ്മൾ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ പരമാവധി അവർക്ക് എന്ത് കിട്ടണം, ഒരു വരുമാനം കണ്ടെത്താനും. മാർക്കറ്റിങ്ങിന് വിഷയമേ അല്ല കേരളത്തിൽ. എല്ലാവരും പറയും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും. കാരണം കേരളം എന്ന് പറഞ്ഞ കൺസ്യൂമർ സ്റ്റേറ്റാണ്. നിങ്ങൾ എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കും, വിൽപ്പനയ്ക്ക് ഇവിടെ ഒരു പ്രയാസമില്ല. ഈ പ്രയാസമുണ്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. അതായത് നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കി അത് വിൽപ്പന നടത്താനോ മാർക്കറ്റിംഗ് നടത്താനോ താല്പര്യമില്ലാതെ ഈ എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നു അതവിടെ ഇടുന്നു എന്നുള്ളത് കൊണ്ടാണ്
ഈ വിഷയം വരുന്നത്. മാർക്കറ്റിങ്ങിന് ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ നല്ല മാർക്കറ്റിങ്ങോടുകൂടി ചെയ്യാൻ പറ്റും. മാർക്കറ്റിങ്ങിന് ഇന്ന് ഗവൺമെൻറ് ആവശ്യം പോലെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ MSMEയിൽ ജം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഗവൺമെൻറ് ഈ പോർട്ടലിലൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ വന്നുകൊണ്ടിരിക്കും, കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. എക്സിബിഷൻ 5 പൈസ ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നില്ല. ഇത് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റാൾ തന്നിരിക്കുകയാണ്. ഇത് നല്ല സൗകര്യത്തിൽ AC റൂമൊക്കെ വെച്ച് സ്റ്റാൾ തന്നിരിക്കുക. ഇവിടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. എന്തിനാണ്? മറ്റുള്ളവരിത് കണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുമ്പം പരമാവധി ആളുകൾ ഇതിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹം. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ള പല വീട്ടമ്മമാരുമുണ്ടാകും. അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് തങ്ങളുടെ ഇഷ്ടങ്ങൾ അത് ഒരു കരവിരുതായി കണ്ട് അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയും. അങ്ങനെ പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്ന നിതാംബിക എന്ന വീട്ടമ്മ ഇന്നൊരു സംരംഭകയാണ്. ഞാനിവിടെ വിലാത്തിക്കുളം താമസിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്നൊരു സംരംഭം ആണിത്. പ്ലാന്റ്സും പിന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇങ്ങനെ കുട്ടികളൊക്കെ പഠിക്കാനും ഒക്കെ പോയി അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരിത് വരില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വന്നത്. ഇപ്പം ഇൻഡോർ പ്ലാന്റ്സും പിന്നെ കുറച്ച് ബോഗൻവില്ലാസ്, പിന്നെ വാട്ടർ പ്ലാന്റ്സ്, താമര അങ്ങനെയൊക്കെ വളർത്തുന്നു. ഓൺലൈനായിട്ട് ചിലർ ആവശ്യപ്പെട്ടാൽ അങ്ങനെ കൊടുത്തയക്കും. പിന്നെ നേരിട്ട് വീട്ടിൽ വന്നാലും ഹോം ഗാർഡനായിട്ട് വീട്ടിൽ വന്നാലും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുക എന്നുള്ളത്, ഒന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലും കഴിയാന്നുള്ളതല്ലല്ലോ. എല്ലാവരും ഒന്നും മുന്നോട്ട് വന്ന് സ്വന്തം പേരിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. ഞാനൊക്കെ ഓർഗാനിക് ഫെർട്ടിലൈസർ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ചെടികൾ നന്നായി വളരും. അപ്പോൾ അങ്ങനെ കുറേ പേര് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചെടികളുടെ കൂടെ. ഇന്ന് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. അത് അടുക്കള മാലിന്യമാകട്ടെ മറ്റേത് വിധത്തിലുള്ളതുമാകട്ടെ. എന്നാൽ അടുക്കള മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനുള്ള ഉപാധിയുമായിട്ടാണ് കൊയിലാണ്ടി സ്വദേശിയായ നിധിൻ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് നിധിൻ, ഞാൻ കൊയിലാണ്ടി സ്വദേശിയാണ്. ഞാനൊരു കമ്പനി നടത്തുന്നുണ്ട്, KP Grow Technologies എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു യൂണിറ്റ് ഡിവൈസുകൾ നിർമ്മാണമാണ് ചെയ്യുന്നത്. ഞങ്ങൾ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയുള്ള കമ്പോസ്റ്റ് ബിന്നിനെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് 0 ആണ്. എല്ലാതരം ഫുഡ് വേസ്റ്റും കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു യൂണിറ്റാണ്. പാറ്റൻറ്റഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പഞ്ചായത്തുകളുടെ സബ്സിഡിയിൽ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഔട്ട്ഡോർ കമ്പോസ്റ്റിങ്ങിൽ ആമസോണിൻ്റെ നമ്പർ 1 ആണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഔട്ട്ഡോർ കമ്പോസ്റ്റ് ബിന്നാണ്. ഇതിൽ 2 ടാങ്കുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ഡെയിലി 1 കിലോ, 2 കിലോ, 3 കിലോ അങ്ങനെ വീടുകളിലേക്ക് 3 മോഡലാണുള്ളത്. അപ്പോൾ ഈ 2 ടാങ്കിൽ ആദ്യത്തെ ഒരു ടാങ്ക് നമ്മൾ ഒരു 10 മാസം ഫുഡ് വേസ്റ്റ് ഇടുക. അത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത 10 മാസം രണ്ടാമത്തെ ടാങ്ക് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ടാങ്ക് നിറയാറാകുമ്പോഴേക്കും ആദ്യത്തേത് കമ്പോസ്റ്റായിട്ട് മാറും. ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ സാധാരണ കമ്പോസ്റ്റ് ബിന്നിൽ വെറും എയറോബിക് ബാക്ടീരിയ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫ്ലൈയുടെ ലാർവ ഇതിൽ അകത്ത് വന്ന് മുട്ടയിടാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അവിടെ വന്ന് മുട്ടിട്ട് ഈ ലാർവ ഈ ഭക്ഷണ വേസ്റ്റിൻ്റെ അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 80% ഡെയിലി ഭക്ഷിക്കും. അപ്പോൾ എല്ലാതരം ഫുഡ് വേസ്റ്റും ഈ ലാർവ ഭക്ഷിച്ച് കൊണ്ട് സാധാരണ കമ്പോസ്റ്റ് ബിന്നിൻ്റെ അപേക്ഷിച്ച് അസിഡിക് ആയിട്ടുള്ള വേസ്റ്റും ഇതിലിടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ 2 മെത്തേഡിൻ്റെ ഗുണങ്ങൾ ഈ ടെക്നോളജിയിൽ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ ബാക്ടീരിയ പൗഡർ എക്സ്ട്രാ ആഡ് ചെയ്യണം. അത് നമ്മൾ സാധാരണ കമ്പോസ്റ്റ് ബിന്നൊക്കെ ആണെങ്കിൽ ഡെയിലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇൻ കേസ് ഒരു ദിവസം മറന്നു പോയാൽ സ്മെല്ല് വരാനൊക്കെ സാധ്യതയാണ്. അതേസമയം ഈ ഡൈജസ്റ്റർ ബിന്നിലാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇട്ടാൽ മതി. ഇൻ കേസ് അത് മറന്നു പോയാലും ഈ കമ്പോസ്റ്റിൻ്റെ വ്യത്യാസം വരുന്നല്ലാണ്ട് സ്മെല്ലോ കാര്യങ്ങളോ പുറത്തേക്ക് വരുന്നില്ല. ഈ പൗഡർ ആഴ്ചയിൽ 1 പിടി ഇട്ടാൽ മതി. നമുക്ക് 1 കിലോയുടെ ബാഗ് ഏകദേശം 3 മാസത്തെ യൂസിനുണ്ടാവും. ഞങ്ങളിപ്പോൾ ഈ വേസ്റ്റ് ടാങ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട്. നമ്മൾ കമ്പനി ഇപ്പോൾ 9 വർഷമായി. ഞങ്ങൾ പല പ്രൊഡക്ട്സ് ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേയെല്ലാം പരാജയപ്പെട്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ സക്സസ് ആയിട്ട് ഇപ്പോൾ 5 വർഷമായിട്ട് നമ്മൾ പഞ്ചായത്തുകളിൽ സബ്സിഡിയിൽ കൊടുക്കുന്നുണ്ട്. 24 പഞ്ചായത്തുകൾ ഇപ്പോൾ സബ്സിഡിയിൽ 7000 യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞു. യുവ കർഷകർ, യുവ സംരംഭകർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് പരിചയപ്പെടുത്താനുള്ള യുവ സംരംഭകർ കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു വിഭാഗം കുട്ടികളാണ്.
എൻ്റെ പേര് പാർവതി. നമ്മൾ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്തയിൽ പഠിക്കുകയാണ്. ED ക്ലബിൻ്റെ വകയാണ് സ്റ്റാൾ ഒരുക്കിയത്. സോ ED ക്ലബ്ബ് പറയുമ്പോൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബാണ്. സോ നമ്മൾ കോളേജിലത്തെ ഒരു ചെറിയൊരു ക്ലബ്ബാണ്. മീൻസ് NSS NCC പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളർന്നു വരുന്ന ഒരു ക്ലബ്ബാണ്. DICൻ്റെ താഴെ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ്. എല്ലാ കോളേജുകളും ഉള്ള ക്ലബ്ബാണ്. നമ്മൾ ഈ മ്യൂറൽ ആർട്സ്, ബ്ലൂ പോട്ടറി, പിന്നെ നമ്മൾ പോട്ടറിയിൽ ചെയ്ത ആർട്സ്, അതാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചത്. സോ ഇതൊക്കെ ഞങ്ങൾ കുട്ടികൾ ചെയ്തതാണ്. നമ്മൾ പിഡിലൈറ്റ് ഫെവിക്കോളിലെ അതിൻ്റെ ഒരു ടീച്ചർ വന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ ആക്ച്വലി കോളേജിൽ നാക്ക് വിസിറ്റ് വരുമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഒരു ക്ലാസ് വന്ന് അപ്പോൾ നമ്മൾ അത് ചെയ്ത് തുടങ്ങിയതായിരുന്നു. കോളേജിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഇറക്കണം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇതായിരിക്കും മിക്കവാറും. കുറേ കുട്ടികൾക്ക് കുറേ ആർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് കോളേജിൽ. സോ ഓർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് പാഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അപ്പോൾ ഓരെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരാം. നമ്മൾ ബ്രഷ് പോലും പിടിക്കാത്ത ആൾക്കാരാണ് പെയിൻറ്റ് ചെയ്തത്. സോ അപ്പോൾ അതൊരു നല്ലൊരു ഇതായിരുന്നു. ഇപ്പം നമുക്ക് കോളേജ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്ന നല്ലൊരു എന്താ പറയുക, നമുക്കൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. നമ്മുടെ രുചിഭേദങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരുടെ രുചിഭേദങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. എണ്ണയിൽ വറുത്തെടുത്ത പല സാധനങ്ങളും നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ പേടിച്ച് ഒന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. എന്നാൽ ആ ഒരു പേടി കൂടാതെ തന്നെ നമുക്ക് ചക്ക വറുത്തതും മാങ്ങ വറുത്തതും ഒക്കെ കഴിക്കാം. അതായത് വാക്വം ഫ്രൈഡ് ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജിതിൻ കാന്ത്. എൻ്റെ പേര് ജിതിൻ കാന്ത്. വയനാട് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ റെപ്രസെൻ്റാണ് സംസാരിക്കുന്നത്. വയനാടൻസ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത്. പ്രധാനമായിട്ടും വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. വാക്വം ഫ്രൈഡ് ചിപ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കൊരു പുതിയ ഒരു കൺസെപ്റ്റാണ്. വിദേശ രാജ്യങ്ങളിൽ ഉള്ള ഒരു വിപണിയിലുള്ള ഒരു സാധനം തന്നെയാണ്. എണ്ണ ഇല്ലാതെ, അതായത് 60 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് എണ്ണ ഇല്ലാതെ ചിപ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, വെണ്ട, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ പ്രധാനമായിട്ട് നമ്മൾ വിദേശ വിപണിയിലാണ് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം മാർക്കറ്റുകളിൽ, എയർപോർട്ടുകളിൽ ഇങ്ങനെ ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നത്. ഇത് കൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഞങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങളെ നമുക്ക് ഇൻ്റർനാഷണൽ വിപണിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നന്നാറി ആയിരുന്നാലും ശരി, കൂവപ്പൊടി ആയിരുന്നാലും ശരി, അത്തരത്തിലുള്ള നമ്മളെ കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൺലൈൻ വിപണിയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ തന്നെ എത്തിക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റായ www.wayanadens.com നമ്മൾ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിശദമായ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങളും ഗുണമേന്മ ചോരാതെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, പാക്കിങ്ങിൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ പാക്കിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും അഡ്വാൻസ്ഡായ പാക്കിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പ്രോഡക്റ്റുകളും ഞങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും 2019 അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള നാഷണൽ ഇന്നോവേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് വാക്വം ഫ്രൈഡ് ചിപ്സ് ഉപയോഗിച്ച്, വാക്വം ഫ്രൈഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഇന്നോവേറ്റ് ചെയ്ത് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഇന്നോവേഷൻ അവാർഡ് 2019 സെൻട്രൽ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. SHMൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ പദ്ധതികൾ നമ്മൾ ഇതുമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. തലമുറകളായി കൈമാറി കിട്ടിയ അറിവുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഇന്ന് വിപണിയിലെത്തിക്കുകയാണ് സമീറ. ബ്രാൻഡിൻ്റെ നെയിം എമി സർവൽസ്. 12 വർഷമായി ഞാൻ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ 2 വർഷമായി ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഉപ്പ വൈദ്യമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ മൂപ്പരത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടൊന്നുമില്ലെങ്കിലും മൂപ്പർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ ജനിച്ചപ്പോൾ വളർന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ എനിക്ക് ഇതിനോട് ഭയങ്കര പാഷനാണ്. ജനറ്റിക്കലി കിട്ടിയതുകൊണ്ടായിരിക്കാം എനിക്കിത് വിട്ടുകളയാൻ തോന്നുന്നില്ല. കെമിക്കലില്ലാത്ത, മായയില്ലാത്ത കുറച്ച് പ്രൊഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിലൂടെ നമുക്കൊരു സേവിങ്സ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് ഹെയർ ഓയിലാണ്. 12 വർഷം മുൻപ് എനിക്ക് തൈറോയിഡ് വന്ന് എൻ്റെ മുടി മൊത്തം പോയപ്പോഴാണ് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി ഒടുവിൽ ഇത്രയും റിസൾട്ടുള്ള സാധനമായിട്ട് മാറിയത്. താരൻ, മുടി കൊഴിച്ചിൽ, നര, പെയിന്, മൈഗ്രെയിൻ പോലുള്ള തലവേദന, നീരിറക്കം, പിന്നെ സ്ട്രെസ് റിലീഫാണ്, നല്ല ഉറക്കം കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങൾ അതിനുണ്ട്.
ഹെയർ ഓയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ലാസ്റ്റ് എത്തിയേക്കുന്നത് ഹെയർ ജെല്ലിലാണ്. ഇത് റോസ്മേരി വെച്ചിട്ടുള്ള ഹെയർ ജെല്ലാണ്. പിന്നെ റോസ്മേരി വാട്ടർ ഉണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഷാമ്പൂ ഉണ്ട്. ഇത് റെയറാണ്, ഇതൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ബദാം ലേഹ്യം, നെല്ലിക്ക ലേഹ്യം, ബയോട്ടിൻ പൗഡർ, അലോവേര ജെല്ല്, ലിപ് ബാം, ഫേസ് പാക്ക് പൗഡർ, കാജൽ, പണ്ടത്തെ ആ ഒരു പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കുന്ന കാജലാണ്. കുങ്കുമാതി തൈലം, അലർജി മൈഗ്രെയിൻ ഓയിലുണ്ട്, ജോയിൻറ്റ് പെയിൻ ഓയിൽ, സ്കിൻ കെയർ ഓയിൽ, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ്. പിന്നെ കഫഹാര, ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ചുമ, ശ്വാസം മുട്ടൽ, അലർജി, അതിനൊക്കെയുള്ള. വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം 3 വർഷമായി ഞാൻ ഈ പ്രൊഡക്ട്സൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് വാങ്ങിച്ച ആൾക്കാർ, ഫീഡ്ബാക്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഓൺലൈനിൽ നമുക്ക് ഓർഡർ തരുന്നുണ്ട്. റിസൾട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒരു 100% എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. നമ്മുടെ അടുത്ത് വാങ്ങിയ 70% ആൾക്കാരും നമ്മളായിട്ട് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലത്തും പച്ചമരുന്നുകൾ കാണും. അങ്ങനെ എല്ലാ സ്ഥലത്തുള്ള പച്ചമരുന്നുകളും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് വൃത്തിയുള്ള ഏരിയ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് ഔഷധ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം മല, അങ്ങനെയുള്ള കുന്ന്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പറിച്ചെടുക്കുന്നതാണ്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവയ്ക്ക് വിപണി കണ്ടെത്തി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായി വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രം കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ സഹകരണത്തോടുകൂടി ഡിസംബർ 27 മുതൽ ഈ മാസം 31 വരെ രാവിലെ 11:30 മുതൽ രാത്രി 8:30 വരെ കോഴിക്കോട് ബീച്ചിൽ ലയൺസ് പാർക്കിന് എതിർവശത്തുള്ള ആസ്പിയൻ കോർട്ട്യാർഡിൽ നടത്തുന്ന മേളയിൽ നിന്നുള്ള സംരംഭകരും അധികാരികളും പങ്കെടുത്ത പരിപാടിയാണ് ഇതുവരെ കേട്ടത്. വയലും വീടും.